നെക്സ്റ്റ് ഈസ് അമ്പലപ്പുഴ. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന അമ്പലപ്പുഴ. രാഹുൽ ഗാന്ധി വരെ രംഗത്തിറങ്ങി. അവിടെ പക്ഷേ ഇപ്പോഴും ജി സുധാകരൻ കോൺഗ്രസിനുള്ളിൽ ഫിറ്റ് ആയിട്ടുണ്ടോ എന്നൊരു ചോദ്യം. LDF-ന്റെ H സലാം അവിടെ വർഗവഞ്ചകൻ എന്ന പ്രയോഗമാണോ അതോ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന പ്രയോഗമാണോ? ഏതാണ് ജനങ്ങളിലേക്ക് യേശുക? സുധാകരൻ പത്രിക നൽകാൻ വന്നപ്പോഴേ ആരോ ഒരാൾ കൊണ്ടുപോയി ഒരു തൊപ്പി വെച്ചു കൊടുത്തു. അപ്പൊ ആ തൊപ്പി ഇങ്ങനെ സുധാകരൻ ഇങ്ങനെ അഴിച്ച് നോക്കിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വായിച്ച ശേഷം വീണ്ടും തൊപ്പി തല്ലെടുത്ത് വെച്ചു. അതെ, ആ തൊപ്പി വെച്ച ചിത്രം വലിയ രീതിയിൽ CPM പ്രവർത്തകർക്കിടയിൽ ഒരു ആവേശം ഉണ്ടാക്കി. ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇപ്പോഴും UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറയാൻ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നം. മാത്രമല്ല ഈ വണ്ടിയിൽ കയറുമ്പോഴൊക്കെ നീ മാറിക്കുന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ തുടക്കത്തിൽ അദ്ദേഹത്തിന് ജെല്ലാവാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അദ്ദേഹം ജെല്ലാവുകയും രാഹുൽ ഗാന്ധി അടക്കം പെട്ടെന്ന് അല്ല. പിന്നെ CPM ഇത്രയും കാലമായിട്ട് ജെല്ലായില്ല. പിന്നെ ഇന്നലെ പോയ UDF-ൽ ജെല്ലായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് ജെല്ലായിട്ടില്ല. നമുക്കിപ്പോ എന്താ സ്ഥിതി ഒന്ന് നോക്കിയാലോ? നോക്കാം. അരുൺ അനിരുദ്ധനാണ് NDA സ്ഥാനാർത്ഥി. ജയസാധ്യത നിലവിൽ അമ്പലപ്പുഴയിൽ. LDF H സലാം കടന്നു വരും. ഞാനവിടെ ശക്തമായ മത്സരം നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശക്തമായ മത്സരമൊക്കെ നടക്കും. സാധ്യത ഞാൻ ശക്തമായ മത്സരമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്തറിയോ, അവിടെ ആ മണ്ഡലത്തിൽ പോകുമ്പോൾ അറിയാം. അന്ന് ആ മണ്ഡലത്തിൽ നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് CPM-ന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ആ തൊപ്പി വെക്കണ്ടായിരുന്നു എന്ന്. ആ തൊപ്പിയിൽ വോട്ട് ഞാൻ കരുതില്ല. സുധാകരൻ സാറിനൊപ്പം എന്ന് പറയുന്ന സഖാക്കൾ അവിടെ ഉണ്ട്. മാത്രമല്ല, അവിടുത്തെ കർഷക തൊഴിലാളികളുടെ മക്കൾ, പാർട്ടി സഖാക്കളുടെ മക്കൾക്ക് കോൺഗ്രസിനോട് ചേരാൻ കഴിയില്ല. അതിനൊരു കണ്ണൂരിന്റെ സ്വഭാവമുള്ള മണ്ണുണ്ട് ആ മണ്ണിന്. മായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങൾ CPM-നകത്ത് തന്നെ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഞാൻ പറയുന്നത്. പക്ഷേ പാർട്ടിക്കാരൻ വന്നതുകൊണ്ട് ഒരു ഇടതുപക്ഷ മണ്ണ് വലതുപക്ഷ മണ്ണായി മാറാൻ മാത്രമുള്ള ഒരു മാറ്റം അവിടെ ഇല്ല. തുടർഭരണം കിട്ടിയാലും തോൽപ്പിച്ച മണ്ഡലമാണ്. അല്ലല്ല, BS-ന്റെ കാര്യത്തിൽ ആശയപരമായ ഭിന്നതയുണ്ട്. ജി സുധാകരന് LDF സീറ്റ് കൊടുത്താൽ ജി സുധാകരൻ ഇന്ന് ആർക്കെതിരെ മത്സരിക്കുമായിരുന്നു? UDF-നെതിരെ മത്സരിക്കുമായിരുന്നു. ഒറ്റ പോയിന്റേ ഉള്ളൂ, ജി സുധാകരൻ സീറ്റ് കിട്ടിയില്ല. സിംഗിൾ ഫാക്ടർ. ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ ശേഷം പിണറായി മുഖ്യമന്ത്രിയാണോ എന്ന് പറഞ്ഞ ആളാണ്. അതെ, അതല്ല, ജി സുധാകരൻ സീറ്റ് കൊടുത്തായിരുന്നെങ്കിൽ ജി സുധാകരൻ UDF പോവും. സിമ്പിൾ ആണ്, അത്ര എളുപ്പമാണ്. സീറ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ ആ നേതാവിനെ, മുതിർന്ന നേതാവിനെ നിങ്ങൾ അംഗീകരിക്കുന്നു കൂടിയാണല്ലോ. ഒരു സമ്മേളന നഗരിയിൽ ചായ ഗ്ലാസ് ഗോവിന്ദന്റെ ചിരിയിലാണ് ആ അപമാനം. BS-ഉം ജി സുധാകരനെയും നിങ്ങൾ ഒരു കാരണവശാലും കമ്പയർ ചെയ്തല്ലോ. ഞാൻ പറഞ്ഞ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവിടെ BS-ഉം തോറ്റ സാഹചര്യം. ഒപ്പം നിന്ന് ഇടതുപക്ഷം ഇതിലും ആശയപരമാണെന്നേ. പൊളിറ്റിക്കൽ ക്രിമിനലുകൾ പാർട്ടിയിൽ കടന്നുകൂടി എന്ന് പറയുന്നത് ആശയപരമാണ് ഞാൻ കാണുന്നത്. അരുൺ സാർ, ആയിഷ പൊറ്റിനോട് ചോദ്യം ചോദിച്ചല്ലോ, നിങ്ങൾ ഈ കോൺഗ്രസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ജി സുധാകരനോട് സംസാരിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് ഈ സംസാരിച്ചിരുന്നു എപ്പോ? പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത്, പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത്, പാർട്ടിയിൽ പോയതിനു ശേഷമല്ല, നിൽക്കുന്ന സമയത്ത്. ശരി, അപ്പൊ നിങ്ങൾ ഒപ്പത്തിനൊപ്പമാണെന്നാണോ പറയുന്നത്? നല്ല ഫൈറ്റ് ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അടുത്ത കുട്ടനാട് LDF സ്ഥാനാർത്ഥി തോമസ് കെ തോമസ്, UDF സ്ഥാനാർത്ഥി റെജി ചെറിയാൻ, NDA സ്ഥാനാർത്ഥി സന്തോഷ് ശാന്തി. 5000 വോട്ടിനാണ്, 5500 വോട്ടിനാണ് കടന്നുപോയത്. ട്രെൻഡ് കുട്ടനാട് ട്രെൻഡ് ഫേവറിംഗ് ആർക്ക് ഫേവർ? കുട്ടനാട് നിലവിൽ UDF-ലേക്ക് മറിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അത് MLA-ക്കെതിരെയുള്ള ഒരു ആന്റി ഇൻകുംബൻസി. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് ലീഡ്. അതെ, LDF ലീഡുണ്ട്. അവസാന നിമിഷ സമയം. രണ്ട് കാര്യങ്ങളാണ് സാറേ അവിടെ. ഒന്ന് കാര്യം, ഏറ്റവും കൂടുതൽ വികസനം വന്ന മണ്ഡലം അതാണ്. അതെ, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ MLA-നെ കൊണ്ട് പറ്റില്ല. കാരണം MLA മന്ത്രിയാവാനുള്ള താല്പര്യത്തിനിടയിൽ നടന്ന എന്നുള്ളതാണ്. ഒട്ടനവധി പ്രശ്നങ്ങൾ
എപ്പോഴും പക്ഷേ തോമസ് കെ തോമസ് അല്ലായിരുന്നെങ്കിൽ വിജയസാധ്യത LDF ഉറപ്പുള്ളതാണ്. അനുകൂല മണ്ഡലമാണ്. പക്ഷേ ഈ റെജി ചെറിയൻ പറ്റൂല. റെജി ചെറിയൻ അവിടെ ജനകീയനാണ്, അതെ ഭയങ്കര ജനകീയനാണ്. ശരി, അപ്പൊ നമുക്ക് അടുത്തത് മാറ്റം ഉണ്ടാകുമോ? മാറ്റം ഉണ്ടാകാത്ത ഒരു സ്ഥലത്തേക്കാണ് ഹരിപ്പാട്. അവിടെ മണ്ഡലം വേറെ പ്രശ്നമുണ്ട് കേട്ടോ. ഹരിപ്പാട് അടുത്ത മത്സരമുണ്ട്. ഭൂരിപക്ഷം കുറയും. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് ഹരിപ്പാട്. ശരി. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ്. ശരി, എന്താ LDF-ന്റെ LDF-ൽ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല, NDA സ്ഥാനാർത്ഥി സന്ദീപ് വചസ്പതി. അവിടെ ഹരിപ്പാട് സംഭവിക്കാനില്ല. അവിടെ സന്ദീപ് വചസ്പതി അല്ല, അവിടെ മത്സരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഒന്നും സംഭവിക്കില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയായതുകൊണ്ട് മാത്രം ഭൂരിപക്ഷം കുറയും ചെന്നിത്തലയുടെ. കഴിഞ്ഞ വലിയ ഭൂരിപക്ഷമൊന്നുമില്ല കേട്ടോ. 13,000 ഭൂരിപക്ഷമേ ഉള്ളൂ. പക്ഷേ ഇക്കുറിയും രമേശ് ചെന്നിത്തല. മാത്രമല്ല UDF ഒന്നാം പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം വരെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് രമേശ് ചെന്നിത്തല. ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ. രമേശ് ചെന്നിത്തല എക്സ് ഫാക്ടറി. രമേശ് ചെന്നിത്തല അന്ന് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഓപ്പോസിറ്റ് ഒരു കടയിൽ നിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്, ബനിയനൊക്കെ ഇടിക്കുക. സാഹിബ് എന്തുണ്ട് വിശേഷം എന്ന് പറയുന്നു. സാഹിബിന് ആ വിളി മതി. സാഹിബ് നേരെ രമേശ് ചെന്നിത്തല അടുത്തേക്ക് വരുന്നു, കുശലം പറയുന്നു. ഒരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഒരാളെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന പരിചയം മണ്ഡലത്തിൽ അദ്ദേഹത്തിനുണ്ട്. ഈ സന്ദീപ് വചസ്പതിക്ക് മേടിക്കാൻ പറ്റുന്ന വോട്ട് തന്നെയാണ് അവിടെ കിട്ടിയിട്ടുണ്ട് പാർലമെന്റ് സമയത്ത്. അത് മാക്സിമം അത് കൂടുതലൊന്നും അവിടെ കിട്ടാനില്ല. അല്ല, ഭാവിയിലെ BJPയുടെ ഡെപ്പോസിറ്റ് മണ്ഡലം എന്നൊക്കെ BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലം.